കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്നു. ഒപ്പം ബാറുകളുടെ സമയപരിധി കൂട്ടുകയും ചെയ്തിരിക്കുന്നു. എന്തിനായിരിക്കും ഈ സമയം തന്നെ ബാറുകളുടെ സമയപരിധി കൂട്ടിയത്? അത് നമുക്ക് എക്സൈസ് മന്ത്രി MP രാജേഷിനോട് തന്നെ ചോദിക്കാം. രാജേഷ് സാറേ, എന്താ ഇപ്പൊ നിങ്ങള് കള്ളും കച്ചവടത്തിന്റെ സമയമൊക്കെ കൂട്ടിയല്ലോ? എന്താ കാര്യം? ആളുകൾക്കൊന്ന് മനസ്സിലാക്കാനാണ്. സമയം ദീർഘിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. നേരത്തെ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അനുവദിച്ച സമയം 10 മുതൽ 12 വരെയാണ്. അത് എല്ലായിടത്തേക്കും ബാധകമാക്കി ഏകീകരിച്ചു എന്നേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സാറ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മുമ്പ് 10 മണി മുതൽ 12 മണി വരെ ആയിരുന്നല്ലോ ടൂറിസ്റ്റ് പ്ലേസുകളുടെ ബാറുകളുടെ സമയം. ആ സമയം ഇപ്പോ എല്ലാ ബാറുകൾക്കും നൽകി, അത്രേ ഉള്ളൂ. എന്നാൽ മന്ത്രി പറയാത്ത ചില സത്യങ്ങളും ഇതിന് പിന്നിലുണ്ട്. അതിലൊന്ന്, ഇക്കണ്ട അഴിമതിയും കൊള്ളയും ഒക്കെ നടത്തിയിട്ടും ആ പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ വോട്ട് പിടിക്കണമെങ്കിൽ ഏത് നട്ടപ്പാതിരക്കും മദ്യം കിട്ടാണ്ട് പറ്റില്ല എന്നാണ് പൊതുസംസാരം. ഇനി ആർക്കെങ്കിലും നേരം വെളുക്കും വരെ കള്ളുകച്ചവടം ചെയ്യണോ? ഓരോരോ 5 ലക്ഷം കൂടി കൊടുത്താൽ അതുമൊക്കെ. എങ്ങനെയുണ്ട്? ഇതാണെടാ ജനകീയ ഗവൺമെന്റ്. ഇങ്ങനെയാവണമെടാ ജനകീയ ഗവൺമെന്റ്. നാട്ടിൽ കുടിയന്മാരെ കൊണ്ടും MDMA-ക്കാരെ കൊണ്ടും ജനം പൊറുതിമുട്ടുമ്പോൾ കുടിച്ചു കൂത്താടാൻ പിന്നെയും സൗകര്യം ചെയ്യുന്നു നമ്മുടെ ഗവൺമെന്റ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ ആവി പിടിച്ചോടുന്നവനെ വീട്ടിലേക്കല്ല ബാറിലേക്കാണ് സർക്കാർ വിളിക്കുന്നത്. നമ്മുടെ ടിപ്പറുകാരോടും പാണ്ടിലോറിക്കാരോടും ഒരു അപേക്ഷയുണ്ട്. അസമയത്തെ ലക്കും ലകാരമില്ലാത്ത ഓട്ടമൊന്നും നിർത്തണം. അടിച്ചു പൂച്ചായവൻ വഴിവെക്കിൽ ചുരുണ്ടു കിടക്കുന്നതൊന്ന് ശ്രദ്ധിച്ചോണം. സർക്കാരിനെ പോറ്റാൻ അവർക്ക് അല്പം കൂടി ആയുസ് നീട്ടി നൽകണം. മന്ത്രി പറയുന്നത് കള്ളുഷാപ്പല്ല പൂട്ടേണ്ടത്, കുടിയന്മാർ അവരുടെ വായ പൂട്ടിയാൽ മതിയെന്നാണ്. എത്ര കൃത്യം, എത്ര വ്യക്തം നമ്മുടെ മദ്യനയം.